UDF-ൽ ഭിന്നതയുണ്ടാക്കി ഒരു വോട്ട് പോലും ചോർത്താൻ LDF-ന് കഴിയില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കരുത് എന്ന് മാത്രമാണ് LDF-നുള്ളത്. എന്നാൽ UDF-ന് ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും ആര്യടൻ ഷൗക്കത്ത് 24-നോട് പറഞ്ഞു. വിപിൻ സി വിജയന്റെ റിപ്പോർട്ട്. കൊട്ടിക്കലാശത്തിലെ വലിയ ജനപങ്കാളിത്തം, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണം. ഇപ്പോൾ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് 24-നോട്. അപ്പോൾ ഇനിയിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ പോകാൻ മണിക്കൂറുകൾ മാത്രം. എത്രത്തോളം ഒരു പ്രതീക്ഷയാണ്? ഓരോ ദിവസവും കഴിയുമ്പോഴും കൃത്യമായി നിലമ്പൂരിൻ്റെ ജനവിധി എന്താണ് എന്ന് എല്ലാവർക്കും ബോധ്യമാവുന്ന രൂപത്തിലാണ് കാണുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരിലുണ്ടാവും, അതിൽ യാതൊരു തർക്കമില്ല. ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ ചർച്ച ചെയ്യുന്നതിൽ ഭയക്കുകയാണ് ഇടതുപക്ഷം. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല. അതേസമയം UDF ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അവർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇടതുപക്ഷം തന്നെ എനിക്ക് തോന്നിയത് സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ അവർക്ക് വല്ലാതെ ഭൂരിപക്ഷത്തിന് തോൽക്കരുത് എന്ന രൂപത്തിലുള്ള ചില ചർച്ചകളും സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. പ്രധാനമായിട്ട് എതിരാളികൾ പറയുന്നത് VV പ്രകാശിൻ്റെ വീട് ആര്യടൻ ഷൗക്കത്ത് സന്ദർശിച്ചില്ല എന്നുള്ളതാണ്. അതിന് എന്താണൊരു മറുപടി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ചർച്ചകൾ വഴിമാറ്റാൻ എന്ത് വഴിയെന്നില്ല ആലോചിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, UDF-ൽ ഭിന്നതയുണ്ടാക്കി ഒരു വോട്ട് പോലും LDF-ന് ചോർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരു തെരഞ്ഞെടുപ്പായിരിക്കും. അതേസമയം LDF-ൽ നിന്ന് വലിയ വിഭാഗം വോട്ട് UDF അനുകൂലമായി ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. LDF കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വിവാദങ്ങളൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ. അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ചൊക്കെ. ഇവിടെ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ ജമാഅത്തെ ഇസ്ലാമി UDF-ന് വോട്ട് ചെയ്യുന്ന ആദ്യമായിട്ടല്ല. 2019 രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു, 2024 രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു, 2024 പ്രിയങ്ക ഗാന്ധിയുടെ ബൈ ഇലക്ഷനിൽ വോട്ട് ചെയ്തു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ CPM-നും ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത്. അന്ന് CPM-ന് വോട്ട് ചെയ്യുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പുരോഗമന സംഘടനയും UDF-ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മതഭീകരവാദ സംഘടനയായി മാറുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇനി നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക്. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷകളും ഒപ്പം തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം തന്നെ വിശദമായി സംസാരിക്കുകയായിരുന്നു.